ആ അവനെന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്, അത് അവരെ ഭാഷയാണ് കേട്ടോ. പീക്കിരി എന്തൊക്കെയാ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നെ തെറി പറയാണെന്ന് അറിയില്ല. ഞാൻ പതുക്കെ 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 കയറല്ലേട്ടോ, കയറ് കെട്ടല്ലേ. കയറ് കഴിഞ്ഞല്ലോ എടാ, കയറ് കഴിഞ്ഞാൽ കോണി കയറട്ടെ, കയറെത്തുന്നില്ല. ഇതെന്താ ചക്ക വരുന്നു, ചക്ക വരുന്നു. ആ ഇതെന്തായാലും ചരിത്രാട്ടോ. ഓ രാവിലെ തന്നെ നല്ലൊരു പണിയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ തൊഴുത്തിന്റെ ഷീറ്റിന്റെ മുകളിലാണ്. ഇതിൽ കണ്ടില്ല ഇങ്ങനെ ഇലകൾ വന്നിട്ട് ഇഷ്ടം പോലെ പ്ലാവില വീണിട്ട് ഇതുപോലെ കാടൊക്കെ മുളച്ചിട്ടുണ്ട്. പ്ലാവില വീണിതുപോലെ നല്ല വണായി വന്നിട്ട് അതിലൊക്കെ ഇലകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്. നമ്മുടെ പാത്തി നിറഞ്ഞിട്ട് വെള്ളമൊക്കെ ബ്ലോക്ക് ആയിരുന്നു. മഴ കാരണം ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കയറിയപ്പോഴാണ് ഇതിന്റെ അവസ്ഥ മനസ്സിലായത്. നമ്മൾ വരിക്കപ്ലാവ് വെക്കുന്നുണ്ടില്ലേ, തൊഴുത്തിനോട് ചേർന്ന. അപ്പൊ ഇതിന്റെ ഇല മുഴുവൻ വീഴുന്നത് ഈ ഷീറ്റിന് മുകളിലോട്ടാണ്. അപ്പൊ പീക്കിരി ഞാനും രാവിലെ തുടങ്ങിയ പണിയാണ്. അപ്പൊ അവനിങ്ങനെ അടിച്ച് ഇതൊക്കെ നേരെ എടുക്കാനൊക്കെ വളരെ എളുപ്പട്ടോ. അങ്ങനെ കത്തിയാൻ കിട്ടുന്നുണ്ട്. ഇതല്ലേ കാട്ടുമാവിന്റെ അടുത്ത് തന്നെ കാട്ടുമാവുണ്ട്, അതിന്റെ അണ്ടി വീണിട്ടുണ്ടില്ലേ. ഇതൊക്കെ വേനൽക്കാലത്ത് വീണതാണ്. ഇതാണ് കാട്ടുമാവ് തൊട്ടടുത്താ. അതുപോലെ കഴിഞ്ഞ വർഷം ചക്ക വീണിട്ട് നമ്മളെ ഷീറ്റ് ഇരുന്നത് അവിടെ. ഇത് ക്ലിയർ ആക്കിയില്ല. വലിയൊരു ചക്ക അവിടെ വീണിട്ട് ഷീറ്റ് പൊട്ടിയിട്ടില്ല, ഇങ്ങനെ ചതഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ പണികളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പീക്കിരി വെറുതെ നമ്മൾ പ്ലാവിൽ നോക്കിയത്. അപ്പൊ ഒരു ചക്ക കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ ചക്കയൊക്കെ കഴിഞ്ഞ് വിചാരിച്ചാണ്. നമ്മളിതിന്റെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ചക്കയുടെ സീസൺ കഴിയാനായി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചക്ക കഴിഞ്ഞ് വിചാരിച്ചപ്പോൾ ഒരു ചക്ക മറവിലാണ് നിൽക്കുന്നത്. ഒരൊറ്റ ചക്ക ഉണ്ട് പ്ലാവില്. അപ്പൊ അതെന്തായാലും ഒന്ന് കയറി ഇടണം. ലാസ്റ്റ് ഒരു 2-3 ചക്ക മുകളിലുണ്ടായിരുന്നു. അത് നല്ല മഴ കാരണം ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. ഇത് കുരങ്ങൊക്കെ വന്ന് ഇങ്ങനെ കഴിച്ച് താക്കിട്ട് പോയി. അപ്പൊ അതോടെ ഈ സീസണിലെ ചക്ക കഴിഞ്ഞെന്ന് വിചാരിച്ചതാ. പിന്നെ ഇതിന്റെ മുകളിൽ കയറിയോണ്ട് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ആ ചക്ക ഇടണം. പിന്നെ പ്ലാവിലെ നനവുണ്ടല്ലോ ഒക്കെ മാറിയിട്ടുണ്ട്. 2 ദിവസം ചെറിയ വെയിൽ വന്നപ്പോഴത്തേക്കും പ്ലാവൊക്കെ നല്ല അതിന്റെ ഈർപ്പൊക്കെ മാറി നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ കയറാനൊക്കെ എളുപ്പമാണ്. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യുക. അതായത് ഇതിന് മുകളിൽ കയറിയിട്ട് ഇനി ഇതിന് കയറണ്ടല്ലോ. ഇതുപോലെയാണ് തട്ടിയിട്ട് വേഗം ക്ലീൻ ചെയ്യട്ടെ. ചക്ക ഇടല് കുറച്ച് റിസ്ക് ആട്ടോ. അത് നിൽക്കുന്നുണ്ടില്ല, ഒരു എൻഡിലാണ് ആ ചക്ക നിൽക്കുന്നത്. അപ്പം ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴുത്തിട്ടില്ലെങ്കിൽ വെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്നിലും ഷീറ്റിൽ വീഴും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പൊ പീക്കിരി പറഞ്ഞെങ്കിൽ കയറിട്ട് ഇടാൻ പറ്റുമോ നോക്കാം. എന്തായാലും കയറിട്ട് ഇറക്കി കഴിഞ്ഞാൽ പച്ചയാണെങ്കിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാം. പഴുത്തതാണെങ്കിൽ നേരെ എന്തായാലും വെട്ടി താഴെക്കിടും. താഴെക്കിടുമ്പോൾ ഈ ഷീറ്റ് ഒരു പ്രശ്നമാണ്. അതാകുമ്പോൾ ഞങ്ങൾക്ക് പേടി. കറക്റ്റ് ഇത് ഈ ഷീറ്റ് നേരെ മുകളിലോട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തായാലും പീക്കിരിയാ ഏതാക്കും ഇങ്ങനെ ഇടയ്ക്ക് മഴക്കാറ് വരുന്നുണ്ട്. നല്ല വെയിലിറക്കിയ പെട്ടെന്ന് മഴക്കാറ് വരും. അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് ഇതിങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്ലാവ് കയറാൻ. മഴ പെയ്ത് പ്ലാവ് കയറാൻ ബുദ്ധിമുട്ടാവും. അടിച്ചോ. ആ പാത്തിയിലുള്ള ക്ലീൻ ചെയ്തോ. പാത്തി അതാ ഇത് കണ്ടില്ലേ, പാത്തിയിൽ ഇങ്ങനെ വന്നിട്ടാണ് വെള്ളം ബ്ലോക്ക് ആയിട്ട്. പാത്തിയിലൊന്നല്ല ഇപ്പൊ വെള്ളം നിൽക്കുന്നത്, വെള്ളം നേരെ മറിയാണ് കേട്ടോ. ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം. ഒക്കെ മഴ ആയിട്ടാണ്. മാങ്ങന്റെ അണ്ടി പാത്തിയിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് നമ്മളെ കാട്ടുമാങ്ങന്റെ അണ്ടി കണ്ടില്ലേ, എത്ര ചെറിയ അണ്ടികളാ. ഇതിന്റെ മുകളിലൊക്കെ എത്ര മാങ്ങ ഉണ്ടായിരുന്നില്ല വേനൽ വീണിട്ട്. ഇതൊന്നും നോക്കാനുള്ള നേരെ നമുക്ക് ടൈമില്ല. ആ ക്ലീൻ നേരെ താക്കിട്ടോ. ഞാൻ ഇവിടെ അടിച്ചു വരട്ടെ, നീ അടുത്ത് വലിച്ച് താക്കില്. ഷീറ്റിനെല്ലാം ഓടി കളിക്കാൻ പറ്റും. ഇപ്പൊ നല്ല കണ്ടില്ലേ, 2 വെയിൽ അരച്ചപ്പോഴത്തേക്കും ഒക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഓടി കളിക്കാം. നമ്മുടെ പ്ലാവിന്റെ തടിയൊന്ന് കാണിച്ചു കൊടുക്കാം. ഉണങ്ങിയത് ഉണ്ടോ? പ്ലാവ് ഒക്കെ നല്ല ഉണങ്ങി. അപ്പൊ കയറി പോവാൻ സുഖം. അപ്പൊ നമ്മൾ ഇല വെട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് ഉണങ്ങി കിട്ടിയെന്ന് സുഖമില്ല. മിഞ്ഞാന്നൊക്കെ ഇല വെട്ടുന്ന സമയത്തൊക്കെ നല്ല വഴുക്കലായിരുന്നു പ്ലാവില്. ഒരു ദിവസം ഇന്നത്തെ ഒരു വെയിൽ കാരണമാണ് ഇതുവരെ ഉണങ്ങിയിട്ടുള്ളത്. നിങ്ങളിത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചക്ക ഇടുന്നത് കാണിച്ചു തരാം. ക്ലീനിങ് തീർക്കട്ടെ. നമ്മളെ തൊഴുത്തിന്റെ മുകളിൽ കയറിയപ്പോഴാണ് ഷെഡിന്റെ വലുപ്പം മനസ്സിലായത്. അല്ലേ, അത്യാവശ്യം വലിയ ഷെഡാണ് നമ്മളിത്. നമ്മൾ ഇതിൽ 20 പശുവിനെയാണ് കെട്ടുന്നത്. ഒരു സൈഡിൽ 10, അപ്പുറം സൈഡിൽ അതുപോലെ 10 എണ്ണം. പിന്നെ നമ്മളെ ഷെഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ നല്ല ടെമ്പറേച്ചർ ഒക്കെ വരുന്ന സമയത്ത് അധികം ചൂടൊന്നും ഇല്ലാതിരിക്കാനും നല്ല എയർ സർക്കുലേഷൻ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ് വെച്ചിട്ട് നമ്മൾ മില്ലുകളിലൊക്കെ ചെയ്യൂലേ, അതുപോലെ നമ്മൾ ചെയ്ത് വെച്ചൊരു മോഡലാണിത്. ഇത് നല്ല ഉപകാരമാണ് നമ്മുടെ തൊഴുത്തിലൊക്കെ. നല്ല ഹൈടെക് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ തൊഴുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പീക്കിരി അതുപോലെ അവിടെ ഒരു പേരക്കന്മാരുണ്ട് കേട്ടോ. തൊഴുത്തിനോട് ടച്ച് ചെയ്ത് പീക്കിരി പേരക്കൊക്കെ നോക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത് പോയി പേരക്കൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പേരക്കണ്ട മൂത്തുണ്ടോ? ആ പറിച്ച് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് പീക്കി. അതാ ഇനി വേഗം നിന്നാണ് ക്ലീനിങ് ഏകദേശം കഴിയാനായിട്ടോ. ഈർക്കിലൊക്കെ പോകുന്നുണ്ടോ?
ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാ താഴെ ക്ലീൻ ചെയ്യണ്ട, ഒക്കെ തട്ടിയിട്ടാണ് താഴേക്ക്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ചക്ക ഇടാം. അപ്പൊ പച്ചയാണെങ്കിൽ എന്തായാലും നമ്മള് കയറിട്ടാണ് ഇറക്കുന്നത്. അപ്പം കയറ് നേരിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റില്ല. അപ്പൊ ചാക്കിൽ ഇറക്കി വെച്ചിട്ട് കയറ് അതിൽ കെട്ടണം. അപ്പം ഇതിനൊരു ഹോൾ ഇട്ട് നമ്മൾ കയറിനൊരു പിടുത്തം കിട്ടാനായിട്ട് അതോടെ കെട്ടിക്കാതെ ആദ്യം. ഇന്നാള് ചക്കട്ടോലാക്കരുത് കേട്ടോ. ഇന്നാള് ഭീകരി കയറ് മാത്രം നെറ്റിലിട്ട് ചക്ക വെട്ടി ചക്ക താഴേക്ക് വന്നു കയർ അങ്ങനെ. അതുകൊണ്ടാണ് നമ്മള് കറക്റ്റ് ഇങ്ങനെ ചാക്കിൽ കുടുക്കിയിരുന്നത്. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കയറായതുകൊണ്ട് ചക്ക പെട്ടെന്ന് വെട്ടിയിടുന്ന സമയത്ത് കയറ് പെട്ടെന്ന് വഴുതി പോകും ചക്കയെന്ന്. അതുകൊണ്ടാണ് ചാക്കിൽ ഇറക്കിയിട്ടിരുന്നത്. എന്തായാലും കയറി നോക്ക്. പഴുത്തതാണെങ്കിൽ ചാക്കിലില്ലാതെ നമുക്ക് നേരെ താഴേക്കിടാനും പറ്റിയ സുഖം. നേരെ വീഴുന്ന ചക്ക എന്തായാലും അങ്ങോട്ടായിരിക്കും. അപ്പൊ നമ്മളെ പീക്കിരി കയറുകയാണ്. അവനെന്തൊരു ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്, അത് അവരെ ഭാഷയാണ് കേട്ടോ. അപ്പൊ മരത്തിൽ കയറുകയാണെന്നാണ് പറഞ്ഞത്. പീക്കിരിയൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടുനായക്കരാണ്. അപ്പൊ ഇവര് ഒരു പ്രത്യേക രീതിയിലാണ് ഇവരെ സംസാരമൊക്കെ. അപ്പൊ നമുക്ക് നല്ല രസമാണ് കേൾക്കാൻ. അവര് അടുത്ത് ചെല്ലുമ്പോഴൊക്കെ പ്ലാവിൽ കെട്ടുമ്പോഴൊക്കെ അവര് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഇവര് മാറ്റി പറഞ്ഞു തരലാണ്. അപ്പൊ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ കൊണ്ട് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കും. അപ്പം പ്ലാവിൽ കയറുക പറഞ്ഞത് തന്നെ എന്തോ ഒരു എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ കേറിയിട്ടേ നോക്കി ഞാൻ ഈ കത്തി ഇതിലിടാം കേട്ടോ. കത്തി നമുക്ക് എന്തായാലും ചാക്കിലിട്ട് വെക്കാം. എന്തായാലും മേലേക്ക് വലിക്കുമല്ലോ. എങ്ങനെയാണ് അതിന്റെ സിറ്റുവേഷൻ ഒക്കെ മുകളിൽ ചെന്നിട്ട് പറയും, എന്നിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ പീക്കിരി ചക്കേന്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ചക്ക മുന്നിൽ കണ്ടിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വെച്ചാൽ നല്ല ഒരു ഗ്യാപ്പ് ഞാൻ പറയില്ലേ, കുറച്ച് വിട്ടിട്ടാണ് ചക്ക ഉള്ളത്. അവ നിൽക്കുന്ന ഒരു ചെറിയ കമ്പാണ്, അതിന്റെ തറ്റത്താണ് ചക്ക ഉള്ളത്. അപ്പൊ നോക്കുന്നുണ്ട് ചാക്കൊക്കെ എന്തായാലും മുകളിലോട്ട് കയറ് വെച്ച് കയറ്റിയിട്ടുണ്ട്. എങ്ങനെ പറ്റിയ എങ്ങനെ എന്താ പറയാ, എടാ ചക്ക പഴുത്തതാ. ചക്ക പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അഥവാ താഴെ വീണാലും നമുക്ക് കുഴപ്പമില്ല. പഴുത്തതുകൊണ്ട് പച്ചയാണെങ്കിലാണ് പൊട്ടിയ പിന്നെ ഒന്നിനും പറ്റാതെ. അപ്പോ എന്തായാലും കുറച്ച് റിസ്ക് ആണ്. അപ്പം എങ്ങനെയെങ്കിലും നിലത്ത് ഇങ്ങനെ താഴേക്ക് വെട്ടിയിടാൻ പറ്റാതെ എങ്ങനെയും ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, അവനൊന്ന് സെറ്റ് ആട്ടോ. അവിടെ പീക്കിരി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇന്നെ തെറി പറയാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ചാക്കിൽ നടക്കൂല. അപ്പൊ ആ കയറിൽ നെറ്റിലിട്ടൊന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് ലാസ്റ്റത്തെ ഐഡിയ. ഇനി ഒന്ന് നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും ചക്ക താഴെ വെട്ടിയിടും. അത്രേ ഉള്ളൂ. എങ്ങനെങ്കിലും നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരുവിധമൊക്കെ ഇടാൻ പറ്റെങ്കിൽ ഇവനൊക്കെ എപ്പോഴും ചക്ക താഴ്ത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ മരം കയറുന്നതിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇപ്പത്തെ ഐഡിയ എന്താ അറിയോ, കയറ് നെറ്റിലിട്ട് ലോക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും ഊരി വരും, അല്ലെങ്കിൽ എന്തായാലും ചക്ക താഴുക. അപ്പൊ ഏതെങ്കിലും ഒന്നും എന്തായാലും നടക്കും. ഇനി ഊരാ കൊടുക്കിടാനാ. എന്നിട്ട് കയറ് അങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാനല്ലേ, നെറ്റിലോട്ട് ടൈറ്റ് ചെയ്യാൻ. അപ്പം പരമാവധി നെറ്റിലെ താഴെ കിട്ടുമോ നോക്കാം. അങ്ങനെ കിട്ടിയാൽ എന്തായാലും വീണോട്ടല്ലേ കുഴപ്പമില്ല. ഷീറ്റ് എന്തായാലും ഷീറ്റ് നമുക്ക് റെഡിയാക്കണം. പിന്നെ പഴുത്തതല്ലേ, പൊട്ടിയാൽ നമുക്ക് എടുക്കാലോ. കുറെ സമയമായി പരമാവധി കഴിയുന്നതിന് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം ഉണ്ടായ ചക്ക നല്ല പണി തന്നൊരു ചക്കയാ. ഞാനിപ്പോ തൊട്ട മുന്നേ എടുത്ത ഷോട്ട് ഞാനൊന്ന് നോക്കിയതാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പൊ നോക്കുമ്പോൾ പീക്കിന്റെ കൈയിന്റെ അടുത്താണ് ചക്ക. പക്ഷെ അത് നമുക്ക് വീഡിയോ കാണുമ്പോഴാട്ടോ നല്ല ദൂരം ഉണ്ട്. നമ്മൾ കാണുന്ന വിചാരിക്കും എന്തെങ്ങനെ മുന്നിൽ ചക്ക ഉണ്ടായിട്ട് പറിക്കാത്ത താക്കിടാത്ത നോക്കും. പക്ഷെ നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ കയറിട്ടിട്ട് നെറ്റിലേക്ക് ലൊക്കേഷൻ എന്തായാലും ഊരാൻ സാധ്യത കൂടുതലാണ്. നെട്ടുമെന്ന് ഊരിപ്പോരും. ഇതിന്റെ ഇടയ്ക്ക് പീക്കിരി അങ്ങനെ ഇട്ടിട്ട് നെറ്റ് കെട്ടിയിട്ടിട്ട് ചക്ക താഴെ വീണപ്പോഴേക്കും ചക്ക താഴെ വീണു. നമ്മള് പിടിച്ചോടത്തൊന്നും ചക്ക നിന്നില്ല. എങ്ങനെ ഇങ്ങോട്ട് വലിക്കേ, ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് ചക്ക വീഴില്ല. ഇപ്പുറത്തിട്, ഇതിന്റെ ഇപ്പുറത്തോട്ടിട്. ചുറ്റിയിടാ, എന്നാലും എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നല്ല വലിച്ച് ടൈറ്റ് ആക്ക്. വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ചക്ക ചിലപ്പോ താഴെ വീഴും കേട്ടോ. അതിലെ വലിച്ച ചക്കപ്പുറത്തും കയറിപ്പുറത്തും അല്ലേ. ഇല്ല, അത് ഞാനങ്ങനെ എടുക്കാം. ഇനി എനിക്ക് തള്ളിയിടാൻ എന്ത് ചെയ്യാ, കുറച്ചുകൂടെ ലൂസാക്കിടാ. റെഡിയാ. അല്ലടാ, ഇങ്ങനെ വലിച്ചാലേ നീ ഇനി പതുക്കെ പോയിട്ട് നെട്ട് അറ്റിക്കോ. നല്ല ടൈറ്റ് പിടിച്ചാൽ ചിലപ്പോ ഊരൂലല്ലേ ചക്ക. അങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് ചാടൂലല്ലോ. പതുക്കെ വെട്ടിട്ടെ, ഞാൻ ടൈറ്റ് പിടിക്കട്ടെ. എടുക്കുന്നുണ്ടോ? അപ്പൊ ചക്ക കയറിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് എന്തായാലും നെറ്റ് നൂരി വരും. എന്നാലും ഒന്ന് ടൈറ്റ് പിടിച്ചാല് വെട്ടി വരുമ്പോ പെട്ടെന്നുള്ള ചാട്ടം ഒഴിവായി കഴിഞ്ഞാൽ ചിലപ്പോ നെറ്റിൽ നിൽക്കും. പതുക്കെ 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 പതുക്കെ
കയറല്ലേട്ടോ, കയറ് കെട്ടല്ലേ. ആ വീട് വീട്ടെ വെറുതെ ഒരു ഒറ്റ ഒറ്റ ഞാൻ ടൈറ്റ് പിടിച്ചിട്ടുണ്ട്, നീ വെട്ടിക്കോ. ആ ആ മതി, വിട്ടോ. അയ്യോ സക്സസ് ആയോ? എടാ പതുക്കെ ഇറക്കട്ടോ. അയ്യോ ഊരാതെ കിട്ടിയാ കഴിച്ചില്ലായിട്ടോ. എടാ ഞാൻ വിചാരിച്ചത് ആ ടൈറ്റ് പിടിച്ചോണ്ടാട്ടോ, അല്ലെങ്കിൽ ചക്ക പെട്ടെന്ന് ഇങ്ങോട്ട് ചാടുമ്പോ ഊരിപ്പോരും. പതുക്കെ ഇറക്ക. ഇത് അവിടെ കമ്പ് തടയല്ലടാ. എടാ ഇത്ര എത്തിയിട്ട് എന്ത് കത്തി നിലത്തിടല്? ആദ്യം ചക്ക താഴെടുത്തല്ലേ കത്തി നിലത്തിടല്? നിക്കടാ, ഞാൻ ഇതൊന്ന് ഇറക്കട്ടെ, നീ അവിടെ നിക്ക്. അതാ നമ്മളെ ചക്ക വരുന്നുണ്ട്. ഇനി വീണാല് വലിയ അത്ര ഹൈറ്റിനൊക്കെ വന്നില്ലേ. ഇതാ 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 കയറ് കഴിഞ്ഞല്ലോ. എടാ കയറ് കഴിഞ്ഞാൽ കോണി കയറട്ടെ, കയറെത്തുന്നില്ല. ഇതാ ചക്ക വരുന്നു, ചക്ക വരുന്നു. ആ ഇതെന്താന്ന് ചരിത്രാട്ടോ. അത്ര റിസ്ക് എടുത്തിട്ട് ഈ ചക്ക നമ്മള് കറക്റ്റ് വരുന്ന എങ്ങനെ അറിയോ? നോക്കട്ടെ, വീഴുമ്പോ എങ്ങനെ അറിയില്ലോ. ആ അതാ നമ്മൾ ആദ്യം ചക്ക വീണ് ചതഞ്ഞ ആ ഭാഗത്തേക്കിനതാ അതിന് തട്ടി, ഷീറ്റ് തട്ടി ചക്ക. എടാ പീക്കിന് കയറ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ, ഞാൻ കോടി കയറിയിട്ട് കയറ് കഴിഞ്ഞു. ആ കത്തി നിലത്തിടുന്നാല് എന്നിട്ട് ഈ കയറ് പിടിക്കണം. ചക്ക അവിടെ എത്തിയപ്പോ സ്മെല്ല് ഇവിടെ എത്തിയിട്ടുണ്ട്, നല്ല മണുണ്ട്, നല്ല പഴുത്താട്ടോ പീക്കിരിയ. ഇനി കയറ് പിടി, എന്നിട്ട് ഞാൻ കോടിയിൽ അങ്ങോട്ട് കയറുന്നതിന്. ഇത് ചെറിയൊരു കയറും നല്ല ഹൈറ്റ് ഉണ്ടല്ലേ, കയറ് വലിപ്പല്ലിട്ടൊന്നല്ല. ചക്ക ഇറക്കി ഒന്ന് പൊന്തിച്ചിട്ട് ലൂസാക്കുവോ? ആ എന്നാ ഞാൻ കയറ. അയ്യോ ആ ലൂസ് ലൂസ്, ഒന്നുകൂടെ പൊന്തിക്ക്, ഒന്നുകൂടെ പൊന്തിക്ക് വരട്ടെ. ഇതാ 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 ആ ഇതാ ഇതാ ചക്ക. അങ്ങനെ നമ്മള് കുറെ നേരം കുറെ റിസ്ക് എടുത്ത് കണ്ടില്ലേ, നമ്മള് വീഡിയോ കണ്ടല്ലോ, കുറെ നേരം റിസ്ക് എടുത്തിട്ട് നമ്മള് ചക്ക താഴ്ത്തിച്ചിട്ടുണ്ട്. നല്ല മണുണ്ട്, നല്ല പഴുത്ത ചക്ക, വലിയ വലിപ്പം ചേട്ടാ ചക്ക. ഈ ചക്കയിലുള്ള ഈ ചക്കനെ പറയിപ്പിക്കാനുള്ള ചക്ക എന്ന് പറയാം. ഇത് ഇങ്ങനത്തെ ചക്ക എന്നല്ല ഇതിലുണ്ടാവുക. ഈ ലാസ്റ്റ് ചക്ക ആയതുകൊണ്ടാണ് കുറച്ച് ചെറിയ ചക്കയാണ്. ലൂസ് ലൂസ്. ഓ പീക്കിലിട്ട കെട്ടുണ്ടില്ലേ, അത് എത്ര ഗ്യാപ്പ് എന്നറിയ കെട്ടിട്ടത്. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തായാലും ഊരിപ്പോം. ഇവിടെ കറക്റ്റ് ഇവിടെ ഒരു ലോക്കും ഉണ്ട്, അതുകൊണ്ടാണ് ചക്ക ഊരിപ്പോരാന്ന് കേട്ടോ. നമ്മളെ കയറുന്ന് നല്ല കെട്ട് നല്ല ടൈറ്റ് ആയി പോയിട്ടുണ്ട് വലിച്ചപ്പോ, കണ്ടില്ലേ. ഇങ്ങനെ കയറ് കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് എത്ര ദൂരം നട്ട് ഈ വലിച്ചിട്ടാ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ തള്ളി നീക്കിയ കുറെ ഗ്യാപ്പ് എന്നാ. നമുക്ക് ചക്ക ചാക്കിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് മുറിക്കാം. പഴുത്ത് പഴുത്ത് ചക്ക എടുത്തിട്ടേ പെട്ടെന്ന് മുറിക്കുക. പീക്കിരി ഇറങ്ങിയോ? ഇപ്പൊ പീക്കിരിനൊക്കെ മറന്നുപോയി ചക്ക കിട്ടിയപ്പോ. ഇതാ ചക്ക കൊണ്ടുപോയിട്ട് മുറിക്കുക. ഈ നമ്മളെ ആടിന്റെ ഈ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഉണ്ടാവും, ചുള്ളലുകളൊക്കെ. അപ്പൊ അതൊന്ന് കത്തിച്ച് ഒഴിവാക്കുകയാണ്. ഇപ്പം ഇന്ന് വെയിൽ കിട്ടിയതുകൊണ്ട് കുറെ പണികളുണ്ട് ഫാമിലെടുക്കാൻ. ഇതുപോലെ ഒരു പന്തം കത്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിടിച്ചു കിട്ടാൻ കുറച്ച് പറയും, എന്താ വെച്ചാൽ കുറച്ച് ദിവസം നനഞ്ഞതൊക്കെ ആയതുകൊണ്ട്. ചക്ക മുറിക്കല്ലേ, എന്നും ചക്കയൊക്കെ കൊടുത്താല് മുറിക്കല് ഞാനും ഉമ്മയാണ്. ഇപ്പൊ ഇന്ന് പീക്കിലാണ് മുറിക്കുന്നത്, ലാസ്റ്റ് ചക്കയാണ്. നല്ല മുറിക്കിട്ടോ. ആ എന്ത് വെട്ട പീക്കിരി ചാക്ക കയറി പോകാ. നല്ല ഈ ചക്കയിൽ പ്രശ്നം ഉണ്ട് കേട്ടോ, അങ്ങനെ അധികം നിറം ഉണ്ടാവില്ല, പക്ഷെ നല്ല മധുരമായിരിക്കും. ഉള്ളു കളർ ഉണ്ട്, എന്നാലും ഒരു നല്ല കളർ ഉണ്ടാവില്ല. കുറച്ച് കുറച്ച് എന്നാലും ചെറിയ ചക്കന് ചുള വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതെടുക്കുന്നേ ആദ്യം നിക്ക് എന്നിട്ട് കഴിക്കട്ടെ, ലാസ്റ്റ് അല്ലേ. അല്ലേ നല്ല മധുരം ഉണ്ട്, നല്ല മധുരം, നല്ല സൂപ്പർ മധുര. ബിയമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോൾ ക്ലാസ് ഇന്ന് എക്സാം ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് ഇപ്പോൾ വരും. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇരിഞ്ഞിടാം. അത് എടുക്കണ്ട കേട്ടോ, നമുക്ക് നാളെ ഉപയോഗിക്കാം. ഇത് മാത്രം, ഇത് മൊത്തത്തിൽ ഇരിഞ്ഞിട്ടേ കഴിച്ചോ എടുത്തിട്ട് കഴിച്ചിട്ടോ. ഇതുപോലെ ചുള ഇരിഞ്ഞിടുന്നത്. അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഈ സീസണിലൊക്കെ ലാസ്റ്റ് ചക്കയാണ്. അപ്പൊ ചക്കയൊക്കെ കഴിഞ്ഞ് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ ചക്ക കിട്ടിയത്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ചക്ക ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ബൈ ബൈ കൊടുത്താ. ബൈ ബൈ.